സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ അനീഷിനെ ഹൗസിലുള്ള മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഇപ്പോൾ നോമിനേഷനൊക്കെ കഴിഞ്ഞല്ലോ. 9 മത്സരാർത്ഥികളാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത്. ഇതിലൊരു മത്സരാർത്ഥി പോലും അനീഷിന്റെ പേര് പറഞ്ഞില്ല. ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ പേരൊക്കെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ എങ്കിലും നമ്മുടെ അനീഷിന്റെ പേര് ഒരു മത്സരാർത്ഥി പോലും പറഞ്ഞിട്ടില്ല. അനീഷ് ഒന്നാമതായി തന്നെ നോമിനേറ്റ് ചെയ്തത് നമ്മുടെ ബിന്നിയാണ്. ബിന്നിയുടെ പേരാണ് ആദ്യം തന്നെ പറഞ്ഞത്. ഏത് സമയം വളരെ സൗണ്ട് ഇട്ട് അല്ലെങ്കിൽ ഞാൻ ഫ്ലഷ് ചെയ്തോ അല്ലെങ്കിൽ എനിക്ക് ഹൈജീൻ ഇല്ല എന്ന് പറഞ്ഞ് ഏത് സമയവും എന്നെ വെറുപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അവൾ എന്നാണ് ബിന്നിയെ കുറിച്ച് നമ്മുടെ അനീഷ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ കാരണം കൊണ്ട് തന്നെയാണ് അനീഷ് ബിന്നിയെ നോമിനേറ്റ് ചെയ്തതും. സംസ്കാരമുള്ള രീതിയിൽ സംസാരിക്കാൻ അറിയില്ല എന്ന കാരണം കൊണ്ടാണ് അനീഷ് രണ്ടാമതായിട്ട് നമ്മുടെ അപ്പാനിയെ നോമിനേറ്റ് ചെയ്ത്. ബിന്നിയെയും അപ്പാനിയെയുമാണ് ഇത്തവണത്തെ നോമിനേഷനിലേക്ക് നമ്മുടെ അനീഷ് പറഞ്ഞയച്ചത്. അതേസമയം നമ്മുടെ അനീഷിനെ ആരും തന്നെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. ഇനി നമ്മുടെ ബിഗ് ബോസിൽ എന്തായാലും വലിയ കളികൾ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അനീഷിന്റെ ഗെയിമും സ്ട്രാറ്റജിയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.